വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. മഴക്കാലം തുടങ്ങി. ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യാൻ വെയിറ്റ് ചെയ്യായിരുന്നു മഴയൊന്ന് നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. യെസ്, അതിനൊരു മൈക്ക് യൂസ് ചെയ്താൽ മതി എന്നല്ലേ. ഇപ്പോൾ മൈക്ക് എൻ്റെ കയ്യിലില്ല, ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മൈക്ക് ഒരിടം വരെ പോയേക്കാട്. ആൻഡ് ഞാനും കുറച്ച് ബിസി ആയിരുന്നു. സോ ഫൈനലി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ലോഗോ ലോഞ്ച് ആയിരിക്കുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ലോഞ്ച് ആയതിൻ്റെ ഒരു ടൈറ്റിൽ ലൈൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ലാലേട്ടനില്ലാതെ എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെ ലാലേട്ടനില്ലാതെ എന്ത് ബിഗ് ബോസ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പം വളരൊരു എന്നാണ് ബിഗ് ബോസ് നോർമലി നമ്മുടെ ഒരു ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ 6 വരെയുള്ള ഒരു ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ യെസ്, ഫെബ്രുവരി മാർച്ച് ആ ടൈമിൽ നിന്നും വളരെയധികം ലേറ്റ് ആയിട്ടാണ് ദിസ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇല്ലേ, ഇനി എപ്പോഴാണ് വരിക, എന്താ ഏതാന്നൊക്കെയുള്ള എല്ലാവരുടെയും ചോദ്യത്തിനും സംശയത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. സോ ഫൈനലി ദ ലോഗോ ഈസ് ലോഞ്ച്ഡ്. ഞാനപ്പം തിരിച്ചും മറിച്ചും ആദ്യം ഞാൻ നൈസ് കൊള്ളാലോ, ഫുൾ ഒരു ഗോൾഡൻ കളറിൽ പൊതിഞ്ഞിരിക്കുന്ന ഐ മീൻ ക്യാമറ. അപ്പോൾ എന്താ പറയുക, ആ ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് വരെ ഒരു പ്രാവശ്യം പോലും ഒരു ഫ്യൂ സെക്കൻഡ് പോലും അടയാതെ ഇങ്ങനെ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയിപ്പോൾ 24/7 ആ ഒരു ടൈം പീരീഡിൽ ആ കണ്ണടയത്തില്ല. കണ്ണെല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്താ പറയാ, ലൈക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ക്യാമറയൊക്കെ എന്തിനും നമ്മളെ തന്നെ മറക്കും, അല്ലെങ്കിൽ ആ ഒരു ക്യാമറ നോക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം തന്നെ മാറും. അത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ലൈക്ക് അത് പോസിറ്റീവായിട്ടും ചിലവരെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ടും ചിലവരെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, അതൊരു പലരും ചോദിക്കുന്ന മാതിരി തന്നെ ഒരു സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ പോയപ്പോൾ എനിക്ക് വന്നൊരു ചോദ്യമാണ്, എന്ത് പ്രിപ്പറേഷനാണ് ഇനി വരാൻ പോകുന്നവർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത്. ഒരു പ്രിപ്പറേഷനും കൊടുക്കാനില്ല. ബി യുവർ സെൽഫ്, നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. അതിനകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി എടുത്ത് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ കാണിക്കാം, അത് കഴിയുമ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം കുറച്ച് ടൈം കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ പുറത്തോട്ട് വരും. അപ്പോൾ നമുക്കിനി ലോഗോയിലോട്ട് വരാം. ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ചെറിയ ലൈൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്. കാരണം സീസൺ 7 ഞാൻ നോക്കി, സീസൺ 7 എന്നുള്ളൊരു സംഭവം കാണുന്നില്ലല്ലോ, സീസൺ ഓഫ് ഒറിജിനൽസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നോക്കിക്കഴിയുമ്പം ആ എൻഡിൽ കാണാം 7 എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഒരു വെറൈറ്റി ആണ്. സോ സീസൺ 7 ആ ഒരു എഴുതിയിരിക്കുന്ന 7 വളരെ നോട്ടീസബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഒറ്റനോട്ടത്തിൽ കാണില്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ അങ്ങോട്ടുള്ള ഈ സീസൺ 7 മെയിൻ ഹൈലൈറ്റ് അത് തന്നെയായിരിക്കും. ഒറ്റനോട്ടത്തിൽ കാണില്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ലാലേട്ടന്റെ 2 മൂവീസ് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, തുടരും അതുപോലെ എമ്പുരാൻ, ലാലേട്ടൻ ഇങ്ങനെ ഫുൾ ഓൺ ലൈക്ക് അടിപൊളി വൈബോട് കൂടി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ലോഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ഫുൾ ഗോൾഡിലാണ് ഈ സംഭവം കളർ ഇത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഐ മീൻ സ്വർണത്തിനോടുള്ള ഒരു നേടിയെടുക്കാനുള്ള, അത് സ്വർണം വാങ്ങിക്കണമെങ്കിൽ പൈസ വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ കുറെ ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ലോഗോയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻ അഡ്വാൻസ് ഇതിൽ ഇപ്പോഴും സെലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോമൺ സംഭവം, വൈൽഡ് കാർഡ്, അങ്ങനെ കുറെ എക്സൈറ്റിംഗ് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ലോഞ്ച് ആ ഒരു ലോഗോ അടിപൊളിയായിട്ടുണ്ട്. ആ 7 തന്നെ സൂക്ഷിച്ചു നോക്കൂ എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ബി കെയർഫുൾ, അല്ലെങ്കിൽ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് തന്നെ ലോഗോയിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ 7 ഇനി എന്തൊക്കെ വൈബാണ്, എന്തൊക്കെ കഴിഞ്ഞ ഓണത്തെക്കാളും എത്ര വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സീസൺ 7 വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വീഡിയോസ് ഇനിയും ഉണ്ടാവും. സ്റ്റേ ട്യൂൺ. ഗുഡ് വൈബ്സ്. ബൈ ബൈ.